എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് നല്ല കിടിലൻ ടേസ്റ്റിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ എന്തിനേയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയതിന് ശേഷമാണ് 250 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളെടുക്കുന്ന ചെമ്മീൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റ് പോലെ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പുരട്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 സവാള നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 5-6 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണയിലല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നത്, കുറച്ച് എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ബാക്കിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ചേർക്കാൻ നോക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നു എന്നൊന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എത്ര നിങ്ങൾക്ക് ഡ്രൈ ആകണോ അത്രയും നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്